പബ്ലിക്കലി റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശ കാര്യമാണോ? ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ആറാട്ടണ്ണൻ, അതായത് നമ്മുടെ സന്തോഷ് വർക്കി. ഞാനിങ്ങനെ ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങേർക്ക് ഏറിന്ന് ഇറങ്ങാനായിട്ട് സമയമില്ല. ഫുൾ ടൈം എന്തെങ്കിലും ഒരു വിഷയമായിട്ട് പുള്ളിക്കാരൻ ഏറിനകത്തായിരിക്കും. അപ്പൊ ഇപ്പൊ നിലവിനകത്തുള്ള വിഷയം എന്താ നോക്കണമെങ്കിൽ ഈ വിഷയമൊക്കെ തുടങ്ങാൻ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചാനലിനകത്ത് വന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരൻ പറയാമെന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഇന്റർവ്യൂ എടുത്ത് ജാങ്കോ സ്പേസ് എന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് ഒരു ഇന്റർവ്യൂ എടുത്ത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളിക്കാരനെ ഭയങ്കര രീതിക്ക് ഇൻസൾട്ട് ഒക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി ഒരു വീഡിയോ ഇട്ടേക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആറാട്ടണ്ണൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ജാങ്കോ സ്പേസ് എന്ന മീഡിയ ചാനലും അല്ല ആങ്കറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ ആണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്ത ഒരു ഇന്റർവ്യൂ വേറെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നേരത്തെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പെരേരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആങ്കറിന് ഞങ്ങളോട് പുച്ഛമാണ്. അതായത് പെരേരെ വിദ്യാഭ്യാസം കുറവാണ്, 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. സന്തോഷ് പണ്ട് വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്. ഇവിടെ വിദ്യാഭ്യാസം മാത്രം എല്ലാം കാര്യമുണ്ടോ. കാമരാജ് പറഞ്ഞ തമിഴ്നാട്ടിലെ പൊളിറ്റീഷ്യൻ ആൾ ഒന്നും പഠിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ 8ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. ധിരുഭായ് അംബാനി 8ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ. എഡിസൺ ഹൈസ്കൂളും കവർ ചെയ്തിട്ടില്ല. വിദ്യാഭ്യാസം നല്ല കാര്യം, അത് പറഞ്ഞ് അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോട് PhD ചെയ്യാനാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ല. PhD ആണ് ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. PhD ഏത് പ്രായത്തിനും ചെയ്യാം, അപ്പോൾ എവിടെ ഏജ് ലിമിറ്റ് ഇല്ല. PhDക്ക് മുമ്പ് ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയോ? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ആറാട്ടൻ പറഞ്ഞ ഒരു പുച്ഛം, ഞങ്ങളുടെ എത്ര പുച്ഛമാണ്, എന്നോട് പേരുടെ എത്ര പുച്ഛമാണ് ഞങ്ങൾ വിളിക്കേണ്ടതെന്ന്. നിങ്ങളൊരു മമ്മൂട്ടിയെ മോനെ വിളിക്കാം. അപ്പൊ അതാണ് ആറാട്ടണ്ണന്റെ ചാനലിനകത്തിട്ട വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ആണ് പ്രശ്നങ്ങളൊക്കെ തുടക്കം. അപ്പൊ ഇതിനകത്ത് പുള്ളിക്കാരൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ ജാങ്കോ സ്പേസിനകത്ത് അവർ ഇൻസൾട്ട് ചെയ്യണ പോലെ സംസാരിച്ച് ഭയങ്കര പുച്ഛമാണ് ഈ പുള്ളിനെയും. അതേപോലെ പെരേര എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡാൻസ് ഒക്കെ കളിച്ച് കിടക്കണ എന്റെ പൊന്നോ മറ്റേ എന്തെന്ന് പറഞ്ഞ് തല്ലെറിച്ചവൻ ആ പുള്ളിക്കാരനെയൊക്കെ വിളിച്ചിട്ട് മറ്റേ ഇന്റർവ്യൂ ചെയ്തിട്ട് പുച്ഛഭാവത്തോടെ ഇന്റർവ്യൂ കൊടുത്തെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ഇന്റർവ്യൂ എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടു നോക്കിയാലുള്ള ഇതിന്റെ ഒരു മുഴുവൻ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. ഈ പുള്ളിക്കാരൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ ഈ പറഞ്ഞ പോലെ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പൊ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് നമുക്ക് കണ്ടുപോകാം. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. ഓൾറെഡി ഞാനിങ്ങനെ ഓൺലൈനിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻസ് നേരിട്ട് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഒരു പോസ്റ്റിൽ നിന്ന് തുടങ്ങാം. അത് സന്തോഷ് ചേട്ടൻ്റെ FBയിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ദിവസം മുമ്പ് വന്നൊരു പോസ്റ്റാണ്. ഞാനതൊന്ന് വായിക്കട്ടെ. I seriously feel crushed towards media Jango Space anchor girl who interviewed Alan Jose Pereira recently. ആ ഷോ ചെയ്തത് ഞാനാണ്. എന്നെപ്പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, ഷീ ഈസ് ഇൻ്റലിജൻറ്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ. I tried to get her phone number but didn't get. If that girl is interested in me, that girl can contact me. From engineer, philosopher, writer, researcher, reviewer, actor, anchor, etc. ആറാട്ട് സന്തോഷ്. ഇത് ചേട്ടൻ്റെ പോസ്റ്റ് ആണല്ലോ. ഇത് എന്നെപ്പറ്റി തന്നെയല്ലേ ഇത്? ഓക്കെ, അതൊന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ പറ്റി തന്നെയാണ്. അപ്പൊ എന്താ വിഷയമെന്ന് ഇപ്പൊ എല്ലാവർക്കും ഒന്ന് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അതായത് ആറാട്ടണ്ണനെ ആരെ കണ്ടാലും, അതായത് ഏത് പെണ്ണിനെ കണ്ടാലും കാണാൻ കൊള്ളാവുന്ന ഏതൊരു പെണ്ണിനെ കണ്ടാലും പുള്ളിക്കാരന് ക്രഷ് അടിക്കും. അപ്പൊ അങ്ങനെ ഒരു വിഷയം നിൽക്കെ പുള്ളിക്കാരന് ഈ ജാങ്കോ സ്പേസിനകത്തുള്ള ഈ ആങ്കറിനോടും ക്രഷ് അടിച്ചു. പുള്ളിക്കാരൻ മുന്നേ ഈ പെരേര എന്ന് പറഞ്ഞ പുള്ളിക്കാരനെയും ഈ പുള്ളിക്കാരൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ ഇന്റർവ്യൂ ഉണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അങ്ങ് ക്രഷ് അങ്ങ് അടിച്ച്, മറ്റേ ദിവ്യ പ്രണയം എന്നൊക്കെ പറയില്ലേ, അതങ്ങ് ഒറ്റയടിക്ക് അടിച്ച് പുള്ളിക്കാരൻ. എന്റെ പൊന്നി ഈ ആറാട്ടണ്ണൻ എന്ത് കോമഡി പീസക്കാരൻ ഇങ്ങേരെന്ന് പറഞ്ഞ് ഇങ്ങേർക്ക് എവിടെയെങ്കിലും, അതായത് ഈ ഒരു നമ്മൾ മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റ് തിരുത്തിക്കൊണ്ട് മുന്നേറുമ്പോഴാണ് ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിട്ടൊക്കെ ഞാൻ അങ്ങനെയായിട്ടൊക്കെ കരുതണം. പക്ഷേ ഈ ആറാട്ടണ്ണന്റെ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഭാഗത്തുനിന്ന് എന്താണോ തെറ്റ് പറ്റണം ആ തെറ്റ് തന്നെ പുള്ളി പിന്നെ ആവർത്തിക്കൂല. സോറി എന്നൊക്കെ ഒരു 100 വട്ടം പുള്ളി പറയുകയും ചെയ്യും. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ പുള്ളി അതേ തെറ്റ് തന്നെ പിന്നെ ആവർത്തിച്ചിരിക്കും. അപ്പൊ ഈ ഒരു പെൺ വിഷയത്തിനകത്തും പുള്ളിക്ക് അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കണം. അതായത് അടുത്ത ആങ്കറിന്റെ അടുത്തും പുള്ളിക്കാരന് ക്രഷ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന്റെ FBനകത്ത് എഴുതിയിട്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ ആങ്കർ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിനി ബാക്കിയുണ്ടോ? നമുക്കൊരാളോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ വ്യക്തിയാണ് ആദ്യം അറിയേണ്ടത്. ഇപ്പൊ ചേട്ടനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ആ പെൺകുട്ടിയാണ് ആദ്യം അറിയേണ്ടത്. പക്ഷെ അതിനു മുമ്പ് അതൊരു ഞാൻ പറഞ്ഞോട്ടെ, പബ്ലിക്കലി റിവീൽ ചെയ്യാന്ന് പറയുമ്പോൾ അത് ഒട്ടും ശരിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമാണോ? ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മോശം കാര്യമല്ല. പക്ഷെ ആ പെൺകുട്ടി താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ പബ്ലിക്കലി ഇത് കൊണ്ട് ഇടുന്നത് എത്രത്തോളം ശരിയാണ്? ഞാൻ ഒരുപാട് ഇതിൽ ശ്രമിച്ചു നോക്കി, പലരോടും വിളിച്ചു ചോദിച്ചു,
നമ്പർ കിട്ടിയില്ല, ഒന്ന് വൃത്തിയിലാവുന്നപ്പോൾ ഞാൻ എഴുതിയതാ. അപ്പോൾ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, കാരണം എൻ്റെ നമ്പർ കിട്ടിയില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ചേട്ടൻ ഒരു പബ്ലിക്കലി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, മോശമായിട്ടൊന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ശരിയാണെന്നാണോ ചേട്ടൻ വിശ്വസിക്കുന്നത്? എനിക്ക് വേറെ നിവൃത്തിയില്ല. അത് നിങ്ങൾ ഹേർട്ട് ആയെങ്കിൽ ഞാൻ സോറി പറയണം. ഇങ്ങനെ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വല്ല രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ആവുമോ, എന്തെങ്കിലും ഇമേജ് പ്രോബ്ലം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം സ്നേഹ റജി എന്നൊരു ഐഡന്റിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ഐഡന്റിറ്റിയിൽ 1% ഒരു വ്യത്യാസം ഇപ്പം സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്നെ ഒരു ഇന്നലെ മുതൽ കാണുന്ന ആളുകൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 1% അവിടെ ഒരു വ്യത്യാസം വന്നു കാണും. സ്നേഹ റജി എന്നുള്ളൊരു ഐഡന്റിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാകും. കാരണം സന്തോഷ് വർക്കി പ്രപ്പോസ് ചെയ്ത പെൺകുട്ടിയാണ് ആ പോകുന്നതെന്ന് ഇനി എന്നെ കാണുമ്പോൾ ആളുകൾ സംസാരിക്കും. അപ്പോൾ എൻ്റെ ഐഡന്റിറ്റിയിൽ അങ്ങനെ ഒരു വ്യത്യാസം വരുത്തിയത് ശരിയാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം? സന്തോഷ് വർക്കി അത്ര മോശക്കാരനാണോ? മോശക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. കാരണം സ്നേഹാറജി എന്നുള്ള ഐഡന്റിറ്റിയില് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മോശമല്ല, പക്ഷെ അത് ഞാൻ അറിയുന്നതിന് മുമ്പേ പബ്ലിക്കലി ഇങ്ങനെ റിവീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്റെ ഐഡന്റിറ്റിയിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ സന്തോഷ് വർക്കി? ഇതൊന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല. ഏതെങ്കിലും രീതിയിൽ എഫക്റ്റഡ് ആണെങ്കിൽ സോറി പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ആങ്കർ പറയുന്ന ഈ ഒരു കാര്യം ആദ്യം കേട്ടപ്പോഴത്തേക്കും എന്റെ മനസ്സിനകത്ത് തോന്നിയെന്ന് പറഞ്ഞു, ഒരാളെങ്കിലും ഈ സാധനം തുറന്ന് പറഞ്ഞല്ല. കാര്യം ഈ ആറാട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ കണ്ണി കാണുന്ന പെൺപിള്ളേരെ ഫുള്ള് ക്രഷാണ്, തന്നോട് എനിക്ക് പ്രണയമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കുമ്പോഴത്തേക്കും ആരും ഇതിനെപ്പറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് അന്ന് നിത്യാമേനോ വന്നിട്ട് റിയാക്ട് ചെയ്തായിരുന്നു. പക്ഷെ അതേപോലെ ഒന്നും ആരും അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് ഈ പുള്ളിക്കാരനോട് ഈ മോത്തടിച്ച പോലെ ഈ ഒരു കാര്യം പറയാറില്ല ആരും. എല്ലാവരും അത് അവരുടെ ഉള്ളിനകത്ത് ഒതുക്കി നിൽക്കണമെങ്കിൽ ഞാൻ കണ്ടേക്കണം. അപ്പൊ ഇവിടെ ഈ ഒരു ആങ്കർ മാത്രമാണ് അത് മോത്തടിച്ച പോലെ പറഞ്ഞത്. അപ്പൊ ഈ ആങ്കർ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇതൊരു ഇൻസൾട്ടിങ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ എനിക്കത് തോന്നിയേനെ എപ്പോഴാണെന്നറിയോ, അവിടെ ആറാട്ടണ്ണന് പകരം അവിടെ വേറെ ആരെങ്കിലും ആയിരുന്നു അവിടെ ഇരുന്നേച്ചെങ്കിൽ എനിക്ക് തോന്നിയേനെ അതൊരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള ചോദ്യമാണല്ലോ. കാര്യം ഒരാളോട് ഇഷ്ടം തോന്നാന്നൊക്കെ പറഞ്ഞാൽ അതൊരു തെറ്റല്ല. ഇപ്പൊ നമുക്ക് ആരോട് വേണമെങ്കിലും ഒരു ഇഷ്ടം തോന്നും, എന്നിട്ട് നമുക്കത് പബ്ലിക്കിനോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഒരു ആങ്കറിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആൾക്കാർക്ക് ഒരു ചിലപ്പോൾ പുള്ളിക്കാരിയുടെ ക്രഷ് തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ അവർ പബ്ലിക്കായിട്ടാണ് ഈ ആങ്കർ നിൽക്കുന്നത്, അതുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്താണ് പുള്ളിക്കാരി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് ഇപ്പൊ പുള്ളിക്കാരിനോട് ക്രഷ് തോന്നിയത് പറഞ്ഞെന്ന് പറഞ്ഞ് അത് വലിയൊരു തെറ്റൊന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ ആറാട്ടെണ്ണം പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് അവിടെ ആ കുട്ടിക്ക് അതൊരു മോശമായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. ആറാട്ടെണ്ണൻ പോലെ ഒരാൾ കണ്ണിക്കാണ്ട് എല്ലാവരെയും പ്രപ്പോസും ചെയ്തും ഒരുമാതിരി ക്രഷാന്നും പറഞ്ഞ് നടക്കുന്ന ഒരാൾ പുള്ളിക്കാരിന്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അത് ഇതേപോലെ ഒരു ഓപ്പൺ ആയിട്ട് ഇപ്പൊ FB-നകത്തൊക്കെ എഴുതിയിടുമ്പോഴത്തേക്കും അത് പുള്ളിക്കാരിക്ക് ചിലപ്പോൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി ചോയ്സ്. അപ്പൊ അതിനകത്ത് ഒരു തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഈ ആങ്കറിന്റെ ഭാഗത്ത്. ആറാട്ടെണ്ണം ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങേര് എല്ലാ പെൺപിള്ളേരോടും കേട്ടൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആറാട്ടെണ്ണൻ ഈ ഒരു പരിപാടി നിർത്തിയാൽ തന്നെ ഇങ്ങനെ പാതി നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നോക്കി ബാക്കിയുണ്ടോ ഇതിന്റെ? അപ്പം ഇത്രയും നേരം ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു, ചേട്ടൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചില്ല തനിക്ക് താല്പര്യം ഉണ്ടോന്ന്. ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയും. ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബി കൈൻഡ് ആൻഡ് ഫ്രാങ്ക്. നമ്മൾ ചിലപ്പോൾ ഫ്രാങ്ക് ആകുമ്പോൾ മറ്റൊരു ഹേർട്ട് ആവും. ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള ആളാണ്, പക്ഷെ വേറെ ആള് ഹേർട്ട് ചെയ്യാൻ വേണ്ടി ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു 10 പേര് എന്നോടൊന്നും ഇഷ്ടം പറയുന്നു, എനിക്ക് 10 പേരെ സ്വീകരിക്കാൻ പറ്റൂ? ഇല്ല. എനിക്ക് വേണ്ടുന്ന ആളെ മാത്രമല്ല എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. ആ 10 പേരിൽ എൻ്റെ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ചാലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ എനിക്ക് എങ്ങനെ ഈ 10 പേരോട് ഒന്നിച്ച് വരുമ്പോൾ സ്വീകരിക്കാൻ പറ്റും? ഇപ്പൊ ചേട്ടൻ ഉൾപ്പെടെ ഒരു 10 പേര് എന്നോട് ഇഷ്ടമാണെന്ന് പറയുന്നു, എനിക്കിപ്പോ എല്ലാവരോടും ഇഷ്ടമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ആ 10 പേരെ ഞാൻ വേദനിപ്പിക്കുകയാണ്. ഫ്രണ്ടായിട്ടോ കാണാം. അതെങ്ങനെ എനിക്ക് ഫ്രണ്ടായിട്ട് കാണാൻ പറ്റും? ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കണമല്ലോ, അല്ലെങ്കിൽ അതും കുറെ നാളത്തെ ഇന്ററാക്ഷൻ ശേഷമല്ലേ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് പറയാൻ പറ്റൂ? എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ചാൻസ് തരുമോ? ഞാൻ പറയട്ടെ, ഇപ്പം എനിക്ക് ഇവിടെ എൻ്റെ ഒരു വർക്ക് ലൈഫിൽ കുറെ ആളുകളുണ്ട്. അതെല്ലാം എൻ്റെ കൊളീഗ്സ് ആണ്, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ഇന്ന ആളിന്റെ ഫ്രണ്ട് ആണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാത്തിനും അതുകൊണ്ടാണ് നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. കൊളീഗ്സ്, ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്. ഇപ്പൊ എല്ലാവരെയും കയറി നമുക്ക് ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു ഒറ്റയടിക്ക് ജമ്പ് ചെയ്യില്ല, പക്ഷെ സന്തോഷേട്ടൻ ഇവിടെ എക്സാക്ട്ലി ചെയ്തേക്കുന്ന കാര്യം എന്താണ്? ഞാൻ എന്താണെന്ന് അറിയാതെ, എന്നെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കാതെ ഒറ്റയടിക്ക് ഫേസ്ബുക്കിൽ കൊണ്ടൊരു പോസ്റ്റ് ഇട്ടേക്കുന്നു.
ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ഇന്റർവ്യൂവിന്റെ മെയിൻ ആയിട്ടുള്ള പോർഷൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ലാസ്റ്റത്തെ പോർഷനകത്താണെങ്കിൽ ഇപ്പൊ സന്തോഷ് വർക്കി പറയുന്നുണ്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാനായിട്ടൊരു അവസരം തരൂ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആങ്കർക്ക് അതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരി അത് അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് പബ്ലിക്കായിട്ട് ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ചെന്നിട്ട് ഇടുമ്പോഴത്തേക്കും അവർക്ക് ഉറപ്പായിട്ട് അതൊരു മോശമായിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്. അതിന് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ചാനലിനകത്ത് വന്നിട്ട് ജാങ്കോ സ്പേസിനകത്തുള്ള ആങ്കർ എന്നെ ഇൻസൾട്ട് ചെയ്യണ പോലെ സംസാരിച്ചെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തനിക്ക് അതിന് മാത്രം നേരം ഉണ്ടാവുള്ളൂ. കാര്യം എല്ലാവരും തന്നെ ഇൻസൾട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിനനുസരിച്ചിട്ടാണ് അവരുടെ റിപ്ലൈ ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം നിങ്ങൾ അവരോട് പെരുമാറിയ ആ ഒരു രീതി ഇപ്പോൾ FBനകത്ത് അവരുടെ അനുവാദം ഇല്ലാതെ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട്, അപ്പോൾ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ നിങ്ങളായിട്ട് റീച്ച് ചെയ്യാൻ ശ്രമിക്കാത്തത്. ഇപ്പം നിങ്ങൾ അവരെ റീച്ച് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് നിങ്ങളോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നിങ്ങളായിട്ട് കണക്ട് ആവാത്തത്. അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് നിങ്ങൾ പോയിട്ട് FBനകത്ത് കണ്ടുകൊടുത്തൊക്കെ അവരുടെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഇപ്പൊ അവരുടെ വായിലിരിക്കണ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മേടിച്ചിട്ട് വീട്ടിൽ പോവാന്നല്ലാണ്ട് അത് വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടിട്ട് അത് അവരെയും കൂടെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യണ രീതിക്കുള്ള സംസാരമൊക്കെ ആയിട്ടാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്, എനിക്ക് മൊത്തത്തിൽ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട്. അപ്പൊ എനിക്ക് ഇത്രയാണ് എനിക്ക് കണ്ടപ്പോഴത്തേക്കും പറയാൻ തോന്നുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക്